ഇറക്കി വിട്ടോന്ന് ചോദിച്ചു. തിരിച്ചു കൊടുക്കണമെന്ന് അച്ഛനൊരു നോട്ട്സ് കിട്ടുന്നുണ്ട്. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ലോ കൊടുക്കേണ്ടത്. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാനും. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞില്ല. വിവാദം നടക്കുന്നെന്ന് അറിഞ്ഞു, പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ വിളിച്ചതല്ല, ഞാൻ ഇറങ്ങിയ ഉടനെ ഒരു ചേച്ചി വിളിച്ചിട്ട് മോളെ ഇറക്കി വിട്ടോന്ന് ചോദിച്ച് കരയുന്നു. ഞാൻ എപ്പം ചേച്ചി എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നു പറഞ്ഞു തരിക. കിച്ചു വരെ വിളിച്ചു, അമ്മ എത്തിയത് അവരുടെ എത്തിയുടെ ഒരു വിവാദം നടക്കാം, അമ്മ എന്തിനാ മൈൻഡ് ചെയ്തത്. ഡൗട്ട് തോന്നിട്ടായിരുന്നു ചേട്ടാപ്പി. കൂടെ ഫുഡ് കഴിക്കണമെങ്കിൽ അത് വൺ വീഡിയോ അല്ലേ ഉള്ളൂ. അത് വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഓഫറാണ്. ഞാനാണ് വിളമ്പി കൊടുക്കുന്നത്. 2000 ഒന്നും പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫർ കോസ്റ്റ്യൂം എനിക്ക് എല്ലാ പ്രാവശ്യം അവരാ എടുക്കാറുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇത് ബഹ്റൈൻ കോസ്റ്റ്യൂമാണോ? അതെ അതെ അതെ, കൊള്ളാം കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ പഠിച്ച് പാട്ടൊക്കെ പാടാൻ പറ്റി, ഭയങ്കര സന്തോഷം. ഇപ്പൊ നല്ല മൂടിലല്ല, പാട്ട് പാടാൻ മൂടില്ല. ഒന്നാമത് വിവാദം നടക്കുക, വന്നുണക്കത്തിന്റെ തലയ്ക്ക്. കാരണം ഞാൻ ഓർക്കും സമാധാനം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ, കുറച്ച് നാളത്തിന് സമാധാനമാണല്ലോ എന്ന് ഓർക്കും. അവിടെ ചെല്ലുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആകെ ടെൻഷൻ. ഞാൻ കുറച്ച് ഇതാണ്. കാരണം പണ്ടൊക്കെ കുഞ്ചാക്കോ ചാലി ചേച്ചിക്കൊക്കെ, ചാക്കോത്തിന് ചാലി ചേച്ചിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഗോസിപ്പ് മതിയാണ്. എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് കേട്ടാൽ മതി, പഴയ നടന്മാർക്ക് തെളിവാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഉള്ള എനിക്ക് എന്നെ തൊട്ടാലും വിവാദമാണ്, ഗോസിപ്പോടെ ഗോസിപ്പാണ്. എന്തായാലും ഞാൻ ചെറുതായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഗോസിപ്പൊക്കെ. പക്ഷെ കുറച്ച് ദിവസം ജാസി ഉണ്ടായി, കുറച്ച് ദിവസം ഫുള്ള് ജാസി ആയിരുന്നു. ആണോ? നന്നായി. പിന്നെ വന്നല്ലോ ഞാൻ. ജാസിന്റെ സർജറി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നാളെ മലപ്പുറം. ഫുള്ള് ബിസി അല്ലേ? എന്തൊക്കെയാ ഗിഫ്റ്റ് പ്രാവശ്യം കിട്ടിയത്? എന്താ ഗിഫ്റ്റ് കിട്ടിയത്? ഫോണ് കിട്ടിയല്ലേ? ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു സൗദി കസ്റ്റമർ കൊണ്ടുവന്നു. ഇനി മുതൽ ആ ഫോണാണ് യൂസ് ചെയ്യുന്നത്? ഇനി പുതിയ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്? ഗിഫ്റ്റ് കിട്ടുന്നതായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ. എടുത്തു കഴിഞ്ഞാൽ പഠിച്ചോളൂ, പറയാം.